1 വെച്ചാൽ 100, 100 വെച്ചാൽ 10,000. ഇങ്ങനെ പരസ്യം കണ്ടവരൊക്കെ ലക്ഷങ്ങളും കോടികളും നിക്ഷേപിച്ചു. മലയാളികളുടെ പണക്കൊതി മുതലാക്കിയ ശബരിനാഥ് എന്ന 18കാരൻ കെണിയിൽ വീഴ്ത്തിയത് സാധാരണക്കാരെ ആയിരുന്നില്ല. തലസ്ഥാനത്തെ പല സർക്കാർ ഉദ്യോഗസ്ഥരും ബിസിനസ്സുകാരും ചലച്ചിത്ര താരങ്ങളും വരെയും ഇയാളുടെ ചതിക്കിരയായി. സിനിമാ തിരക്കഥകളെപ്പോലും വെല്ലുന്നതായിരുന്നു ശബരിനാഥിൻ്റെ വളർച്ചയും ആഡംബര ജീവിതവും. ടോട്ടൽ ഫോർ യു എന്ന സ്ഥാപനത്തിൻ്റെ മറവിൽ അയാൾ 200 കോടിയോളം രൂപ തട്ടിയെടുത്തു. നഗരത്തിൽ നിരവധി ഫ്ളാറ്റുകൾ, ആഡംബര കാറുകൾ, റിസോർട്ട് നിർമ്മാണം. ഒരു പ്രമുഖ നടി ശബരിനാഥിൻ്റെ കാമുകിയാണെന്ന കഥകൾ വരെയും പ്രചരിച്ചു. എന്നാൽ ആ ചെറുപ്പക്കാരൻ്റെ സ്വപ്നങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ വീണത് പെട്ടെന്നാണ്. വർഷങ്ങൾക്ക് ശേഷം ശബരിയെക്കുറിച്ച് എന്തിനാണ് വീണ്ടും പറയുന്നതെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകുമല്ലേ. ആ കേസിൽ പിടിക്കപ്പെട്ടിട്ടും ശബരിനാഥ് പഴയ പണി നിർത്തിയില്ല. ഏറ്റവും ഒടുവിൽ ഒരു അഭിഭാഷകനാണ് ഈ യുവാവിൻ്റെ കെണിയിൽ വീണത്. ഈ കേസിനൊപ്പം ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും ജഡ്ജിക്കുമെതിരായ യുവതികളുടെ പരാതികളും പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ. കൗമാരപ്രായത്തിൽ അയാൾ ആസൂത്രണം ചെയ്ത കോടികളുടെ തട്ടിപ്പ് കേരളത്തിൻ്റെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ്. ടോട്ടൽ ഫോർ യു എന്ന പണമിടപാട് സ്ഥാപനത്തിലൂടെ ശബരിനാഥൻ കോടികൾ നിക്ഷേപമായി സ്വീകരിച്ച് നടത്തിയ തട്ടിപ്പിൻ്റെ ഇരകളായവരിൽ പല പ്രമുഖരുമുണ്ട്. ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരും ബിസിനസ് പ്രമുഖരും ചലച്ചിത്ര താരങ്ങളും കബളിപ്പിക്കപ്പെട്ടു. പരാതി വ്യാപകമായതോടെ 2008 ശബരിനാഥ് അറസ്റ്റിലാകുന്നു. 200 കോടി രൂപയോളം തട്ടിയെടുത്ത കേസിൽ വിചാരണ നടപടികൾ നടക്കുന്നതിനിടെ ശബരി വീണ്ടും തട്ടിപ്പുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഓൺലൈൻ ട്രേഡിങ്ങിന് വേണ്ടി അഭിഭാഷകരിൽ നിന്നും 34 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. സംഭവത്തിൽ വഞ്ചൂർ പോലീസ് ശബരിക്കെതിരെ കേസെടുത്തു. അതിനിടെ ടോട്ടൽ ഫോർ യു തട്ടിപ്പിലെ പ്രതി ശബരിനാഥനെ പരിചയമില്ലെന്നും സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ മാത്രമാണ് പങ്കെടുത്തതെന്നും നടി റോമ കോടതിയിൽ മൊഴി നൽകി. ഒരു കാലത്ത് കേരളത്തെ പിടിച്ചുകുലുക്കിയ പ്രമാദമായ കേസായിരുന്നു ടോട്ടൽ ഫോർ യു തട്ടിപ്പ്. ഉന്നത ഉദ്യോഗസ്ഥരും ബിസിനസ് പ്രമുഖരും ചലച്ചിത്ര താരങ്ങളും ജുഡീഷ്യൽ ഓഫീസർമാരും വരെ അന്ന് തട്ടിപ്പിൽപ്പെട്ട് വഞ്ചിതരായി. ആരെയും വെല്ലുന്ന വാക്ചാതുരിയായിരുന്നു ശബരിയുടെ പ്രത്യേകത. കള്ളപ്പണം നിക്ഷേപിച്ചവരിൽ പലരും പോലീസിൽ പരാതിപ്പെടാൻ പോലും തയ്യാറായില്ല. വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള ശബരിനാഥിന്റെ തട്ടിപ്പിനെക്കുറിച്ച് കേട്ട് നാട് നടുങ്ങി. ഇയാളുടെ വാക്കുകേട്ട് ലക്ഷങ്ങളും കോടികളും നിക്ഷേപിച്ചവരാണ് തട്ടിപ്പിന് ഇരയായത്. അങ്ങനെ 1000-ലേറെ പേർ കബളിപ്പിക്കപ്പെട്ടു. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ്, ചാലക്കുഴി, സ്റ്റാച്യു, ക്യാപിറ്റൽ ടോൾ ടവേഴ്സ്, പുന്നപുരം എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഐനെസ്റ്റ്, SJR, ടോട്ടൽ സൊല്യൂഷൻസ് എന്നീ സ്ഥാപനങ്ങൾ ആരംഭിച്ചായിരുന്നു തട്ടിപ്പിന്റെ തുടക്കം. നിക്ഷേപകർക്ക് 100% വളർച്ചാ നിരക്കും 20% ഏജന്റ് കമ്മീഷനും വാഗ്ദാനം ചെയ്തു. ബിസിനസ് തകർന്നതോടെ 19-ാം വയസ്സിൽ 2008 ഓഗസ്റ്റ് 1 നാഗർകോവിലിൽ വെച്ച് ശബരി അറസ്റ്റിലായി. 2011 മാർച്ചിൽ ജാമ്യത്തിലിറങ്ങി 3 വർഷത്തോളം പോലീസിന് പിടികൊടുക്കാതെ ഒളിവിൽ കഴിഞ്ഞു. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചുമായിരുന്നു അന്വേഷിച്ചിരുന്നത്. ആകെ 33 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 9 എണ്ണത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു. ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ശബരി വിദേശത്തേക്ക് കടക്കാൻ ശ്രമം നടത്തിയെങ്കിലും പോലീസ് എല്ലാ വിമാനത്താവളങ്ങളിലും മുന്നറിയിപ്പ് നൽകിയത് മൂലം തടസ്സപ്പെട്ടു. നിക്ഷേപകർ വീട്ടിലെത്തി ബഹളം വയ്ക്കുകയും ബന്ധുക്കളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതോടെയാണ് ഒടുവിൽ കീഴടങ്ങിയത്. പിന്നീട് ശബരിനാഥ് ജാമ്യത്തിലിറങ്ങി.
വർഷങ്ങൾക്ക് ശേഷം ശബരിനാഥിനെതിരെ പുതിയൊരു തട്ടിപ്പ് കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഓൺലൈൻ ട്രേഡിംഗിനു വേണ്ടി അഭിഭാഷകനിൽ നിന്ന് 34 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതി. സഞ്ജയ് എന്ന അഭിഭാഷകൻ നൽകിയ പരാതിയിൽ വഞ്ചിയൂർ പോലീസാണ് കേസെടുത്തത്. ഓൺലൈൻ ട്രേഡിംഗ് സ്ഥാപനം നടത്തി ലാഭമുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത് എന്നാണ് പരാതി. ബാങ്ക് രേഖകൾ പരിശോധിക്കുകയാണ് എന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ വെച്ചുള്ള പരിചയമാണ് സാമ്പത്തിക ഇടപാടുകളിലേക്ക് നയിച്ചത് എന്നാണ് സൂചന. ഇപ്പോഴും നിരവധി കേസുകളിൽ ശബരി വിചാരണ നേരിടുകയാണ്. അതിനിടെ ടോട്ടൽ ഫോർ യു തട്ടിപ്പ് കേസിൽ നടി റോമ മൊഴി നൽകി. ടോട്ടൽ ഫോർ യു ആൽബം ലോഞ്ചിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തിരുന്നു എന്നാണ് കേസിൽ 179 സാക്ഷിയായ റോമ മൊഴി നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് വിസ്താരം നടക്കുന്നത്. കേസിലെ ഒന്നാം പ്രതിയും ടോട്ടൽ ഫോർ യു മാനേജിംഗ് ഡയറക്ടറുമായ ശബരിനാഥുമായോ കമ്പനിയിലെ മറ്റ് അംഗങ്ങളുമായോ ഒരു ബന്ധവും ഇല്ല എന്നും ഉദ്ഘാടനം കഴിഞ്ഞ് ഉടൻ മടങ്ങുകയാണുണ്ടായതെന്നും റോമ പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. പെണ്ണുങ്ങളെ കാണുമ്പോൾ ഞരമ്പ് രോഗമുള്ള ചില രാഷ്ട്രീയക്കാരെക്കുറിച്ചും വക്കീലന്മാരെക്കുറിച്ചും ജഡ്ജിമാരെക്കുറിച്ചും ഈ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്നാൽ വനിതാ പോലീസുകാർക്ക് പോലും തൊഴിലിടത്ത് രക്ഷയില്ലാത്ത അവസ്ഥയാണ്. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് വനിതാ SIമാരാണ്. പത്തനംതിട്ട മുൻ SP-യും നിലവിൽ AIG-യുമായ VG വിനോദ് കുമാർ അശ്ലീല സന്ദേശം അയച്ചെന്നും മാനസികമായി പീഡിപ്പിച്ചെന്നുമാണ് പരാതി. പരാതിക്കൊപ്പം സന്ദേശങ്ങളുടെ വിവരങ്ങളും വനിതാ ഉദ്യോഗസ്ഥർ കൈമാറിയിട്ടുണ്ട്. സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണത്തിന് DGP ഉത്തരവിട്ടു. ആരോപണം തെളിയിക്കപ്പെട്ടാൽ ഉദ്യോഗസ്ഥനെതിരെ ക്രിമിനൽ നടപടിയോ വകുപ്പ് തല നടപടിയോ ഉണ്ടാകുമെന്നാണ് സൂചന. അതേസമയം ആരോപണം ഉദ്യോഗസ്ഥർ നിഷേധിച്ചിട്ടുണ്ട്. കേരളത്തിലെ പൊതുപ്രവർത്തകരടക്കം ലൈംഗികാരോപണം നേരിടുന്നതിനിടയിലാണ് സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്കടക്കം കളങ്കം വരുത്തുന്ന തരത്തിൽ ലൈംഗികാരോപണവുമായി വനിതാ SIമാർ രംഗത്ത് വന്നിട്ടുള്ളത്. ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങൾ അയച്ചുവെന്നും ഇതിന് അനുകൂലമായ രീതിയിൽ പെരുമാറിയില്ല എങ്കിൽ പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നു എന്നും കാട്ടിയാണ് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ റേഞ്ച് DIG നടത്തിയ അന്വേഷണത്തിൽ ഈ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളാണ് നടത്തിയത്. ഈ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര അന്വേഷണത്തിന് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങൾക്കൊപ്പം തന്നെ ഇതിന് അനുഭാവപൂർണമായ രീതിയിൽ പെരുമാറിയില്ല എങ്കിൽ പ്രതികാര നടപടികളും അതിനനുസരിച്ചുള്ള കൂടുതൽ കടുത്ത കാര്യങ്ങളിലേക്കടക്കം ഈ SP കടന്നിരുന്നു എന്നാണ് വനിതാ SIമാർ ചൂണ്ടിക്കാണിക്കുന്നത്. സംസ്ഥാന രാഷ്ട്രീയം ലൈംഗികാരോപണത്തിനിടെ പ്രക്ഷുബ്ധമായിരിക്കുന്നതിനിടയിലാണ് പോലീസ് സേനയിൽ നടക്കം കളങ്കം വരുത്തുന്ന തരത്തിലുള്ള ഈ പരാതിയും അതിനെ തുടർന്നുള്ള റിപ്പോർട്ടും സമർപ്പിച്ചിരിക്കുന്നത്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തുടർന്നുള്ള അന്വേഷണം നടത്തി കനത്ത അച്ചടക്ക നടപടികളിലേക്ക് കടക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണമെന്ന വിശ്വസാഹിത്യകാരനായ ഷേക്സ്പിയറിന്റെ വരികൾ ഹൈക്കോടതി പല കേസുകളിലും പരാമർശിച്ചിട്ടുള്ളതാണ്. ഇതുപോലെ ജഡ്ജിമാരുടെ വ്യക്തിജീവിതത്തിൽ കറ പുരണ്ടാലും അത് ഈ നാട്ടിലെ നിയമവ്യവസ്ഥയോട് സാധാരണക്കാരനുള്ള വിശ്വാസം നഷ്ടപ്പെടാം. ഒരു കേസിൽ ആരോപണ വിധേയനായ ജഡ്ജി ആ സ്ഥാനത്ത് തുടരുന്നത് തന്നെ അനുചിതമല്ലേ? പിന്നെ എങ്ങനെയാണ് ലൈംഗിക ആരോപണത്തിൽ കുടുങ്ങിയ ജഡ്ജിക്ക് ഇപ്പോഴും ആ പദവിയിൽ തുടരാൻ കഴിയുന്നത്? കൊല്ലം ചവറയിൽ നിയമസഹായം തേടിയ യുവതിയോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ അന്വേഷണം നേരിടുന്ന കുടുംബ കോടതി മുൻ ജഡ്ജി V ഉദയകുമാറിനെതിരെ അഭിഭാഷകർ രംഗത്തെത്തിയിട്ടുണ്ട്. ജഡ്ജിയെ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തിയ അന്വേഷണം നടത്തണമെന്നാണ് അഭിഭാഷക പരിഷത്തിന്റെ ആവശ്യം. ജഡ്ജിയുടെ
സ്ഥലം മാറ്റത്തിൽ ഒതുക്കിയുള്ള അന്വേഷണം ശരിയായ നടപടിയല്ലെന്നും മറ്റൊരു കോടതിയിൽ തുടരാൻ അനുവദിക്കുന്നത് സ്വാധീനം ചെലുത്താൻ ഇടയാക്കുമെന്നും അഭിഭാഷക പരിഷത്ത് പറയുന്നു. ഇരയ്ക്കൊപ്പമാണെന്ന് കൊല്ലം ബാർ അസോസിയേഷനും വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 19-ന് കൊല്ലം ചവറ കുടുംബ കോടതിയിൽ നിയമസഹായം തേടിയ യുവതിയോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിലാണ് ജഡ്ജിക്കെതിരെ അന്വേഷണം ആരംഭിച്ചത്. ചേംബറിൽ വെച്ച് ജഡ്ജി യുവതിയോട് ലൈംഗികാതിക്രമം നടത്തിയതായാണ് പരാതി. ജില്ലാ ജഡ്ജിക്ക് നൽകിയ പരാതി ഹൈക്കോടതിക്ക് കൈമാറുകയായിരുന്നു. തുടർന്ന് 20-ാം തീയതിയോടെ ജഡ്ജി വി ഉദയകുമാറിനെ വാഹനാപകട നഷ്ടപരിഹാര ട്രിബ്യൂണലിലേക്ക് സ്ഥലം മാറ്റി. ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ജില്ലാ ജുഡീഷ്യറിയുടെ ചുമതലയിലുള്ള രജിസ്ട്രാർക്കാണ് അന്വേഷണ ചുമതല. ചൊവ്വാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. സംഭവത്തിൽ മുഖം നോക്കാതെയുള്ള നടപടി വേണമെന്നാണ് ബാർ അസോസിയേഷന്റെ ആവശ്യം. ന്യൂസ് 18 കൊല്ലം. നമ്മുടെ നാട്ടിൽ പല രീതിയിലുള്ള ഞരമ്പ് രോഗികളുണ്ട്. കൊച്ചുകുട്ടികളെയും പെൺകുട്ടികളെയും ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവർ ഒരു പ്രത്യേകതരം ലൈംഗിക വൈകൃതമുള്ളവരാണ്. ഈ രാജ്യത്തെ നിയമം ശക്തമാണെങ്കിൽ അവരെ കോയമ്പത്തൂർ കൊണ്ടുപോയി ചികിത്സിക്കേണ്ട കാര്യമൊന്നുമില്ല. തിരുവനന്തപുരം കല്ലമ്പലത്ത് 7 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ കോടതി പ്രതിക്ക് നൽകിയതുപോലുള്ള ശിക്ഷ കൊടുത്താൽ മതി. 2019-ൽ 3-ാം ക്ലാസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതി ആറ്റിങ്ങൽ സ്വദേശി മുരളിക്ക് 79 വർഷം കഠിന തടവാണ് ശിക്ഷ. അതായത് അയാൾ ഇനി പുറംലോകം കാണില്ലെന്ന് സാരം. പ്രതി 1.5 ലക്ഷം രൂപ പിഴയും അടയ്ക്കണമെന്ന് വർക്കല അതിവേഗ കോടതിയുടെ ശിക്ഷാവിധിയിലുണ്ട്. പ്രകൃതി വിരുദ്ധ പീഡനത്തിന് 9 വർഷം കഠിന തടവ്. പോക്സോ നിയമത്തിലെ 4-ാം വകുപ്പ് പ്രകാരം കഠിന തടവ് 30 വർഷം. പോക്സോ നിയമം 6-ാം വകുപ്പ് പ്രകാരം 40 വർഷം കഠിന തടവ്. 7 വയസ്സുകാരനോടുള്ള ക്രൂരതയ്ക്ക് ആറ്റിങ്ങൽ വലിയകുന്ന് സ്വദേശി മുരളി ആകെ 79 വർഷം തടവനുഭവിക്കണം. 3 കേസിലും 50,000 രൂപ വീതം പിഴയുണ്ട്. പിഴയടയ്ക്കാതിരുന്നാൽ 1 വർഷം കൂടി ശിക്ഷ അനുഭവിക്കണം. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും 18 സാക്ഷികളെ വിസ്തരിച്ചു. 21 രേഖകളും 4 മെറ്റീരിയൽ ഓഫീസ് എംഒസും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കേസ് 377 IPC പ്രകാരം 9 വർഷം ശിക്ഷയും 50,000 രൂപ ഫൈനും. സെക്ഷൻ 4(3)(a) പോക്സോ ആക്ട് പ്രകാരം 30 വർഷം ശിക്ഷയും 50,000 രൂപ ഫൈനും. സെക്ഷൻ 6(5)(m) പ്രകാരം പോക്സോ ആക്ട് പ്രകാരം 40 വർഷം ശിക്ഷയും 50,000 രൂപ ഫൈനും ആണ് ഇപ്പോൾ ശിക്ഷിച്ചിട്ടുള്ളത്. പിഴത്തുകയിൽ നിന്ന് 1 ലക്ഷം രൂപ ഇരയ്ക്ക് നൽകണം. കൂടുതൽ നഷ്ടപരിഹാരം അനുവദിക്കാൻ തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകി. 2019-ൽ കുട്ടിക്ക് 7 വയസ്സുള്ളപ്പോഴായിരുന്നു പീഡനം. വിവരം കുട്ടി രക്ഷിതാക്കളെ അറിയിക്കുകയും തുടർന്ന് പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. കല്ലമ്പലം പോലീസാണ് കേസ് അന്വേഷിച്ചത്. ന്യൂസ് 18 ആറ്റിങ്ങൽ. കോഴിക്കോട് രാമനാട്ടുകരയിൽ ബംഗാളിയായ 15-കാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പോലീസ് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണോ? 5 പേർ ചേർന്ന് ബലാത്സംഗം ചെയ്തെന്ന പരാതിയിൽ പെൺകുട്ടി മൊഴി മാറ്റിയത് ആരുടെ ഇടപെടൽ കാരണമാണ്? പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബംഗാളി പെൺകുട്ടിയുടെ കുടുംബം. ഒരാൾ മാത്രമാണ് പ്രതി എന്ന പോലീസിന്റെ വാദം തള്ളിയ മാതാപിതാക്കൾ കുട്ടിയെ അകാരണമായി കുടുംബത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുകയാണെന്ന് ആരോപിച്ചു. ഒളിവിൽ പോയ മുഖ്യപ്രതിയെ പിടികൂടാൻ ഇതുവരെയും കഴിയാത്തതും പോലീസിന്റെ വീഴ്ചയാണ്. രാമനാട്ടുകരയിലെ മാളിൽ നിന്നും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ആൾ മാത്രമാണ് 15-കാരിയെ ബലാത്സംഗം ചെയ്തത് എന്നാണ് പോലീസ് പറയുന്നത്. കുട്ടിയെ മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തി
പ്രതി താമസിക്കുന്ന കെട്ടിടത്തിൽ എത്തിച്ചാണ് ബലാത്സംഗത്തിന് ഇരയാക്കിയത്. സ്ഥലത്ത് ആ സമയം പ്രതിയുടെ കൂട്ടുകാർ ഉണ്ടായിരുന്നുവെങ്കിലും അവർ കുട്ടിയെ ഉപദ്രവിച്ചിട്ടില്ല എന്നും പോലീസ് പറയുന്നു. എന്നാൽ പോലീസിന്റെ വാദം കുട്ടിയുടെ കുടുംബം പൂർണ്ണമായും തള്ളുകയാണ്. പീഡനത്തിനിരയാക്കിയ ശേഷം വഴിയിൽ ഉപേക്ഷിച്ച കുട്ടി 5 പേർ തന്നെ പീഡിപ്പിച്ചതായി ബന്ധുക്കളോട് പറഞ്ഞിരുന്നു. പിന്നീട് എന്തുകൊണ്ട് മൊഴി മാറ്റിയെന്ന് അറിയില്ല. കേസിൽ അട്ടിമറി സംശയിക്കുന്നതായും കുട്ടിയുടെ അമ്മ പറയുന്നു. പീഡനത്തിനിരയായ കുട്ടി പോലീസിന്റെ സംരക്ഷണത്തിലാണ് കഴിയുന്നത്. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും കുട്ടിയെ കാണാൻ അനുവദിക്കാത്തതിലും ദുരൂഹതയുണ്ട് എന്ന് അമ്മ പറഞ്ഞു. मेरा साथ मिलेगा बच्चा को थोड़ा अच्छा लगेगा, मेरे को अच्छा लगेगा, बच्चा भी टेंशन में है, मैं भी टेंशन में हूँ. पुलिस से झूठ बोला? हाँ, पुलिस झूठ बोला है. क्यों पुलिस झूठ बोला? क्यों झूठ बोला है क्या मालूम. पुलिस के साथ मेरा साथ पुलिस क्या काम कर रही है ना कर रही हो तो मेरे सुना ही नहीं, बोला ही नहीं है. अभी भी बेटी बोल रही है 5 आदमी. क्या बोला? 5 ने उसके छेड़छाड़ किया है, हाँ, बलात्कार किया है, ऐसे बेटी ने बोला है. കേസിൽ നിർണായകമെന്ന് കരുതുന്ന ഹാർഡ് ഡിസ്ക് പ്രതിയുടെ സുഹൃത്തിന്റെ വീട്ടിലെ കിണറ്റിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ഫയർഫോഴ്സ് സ്കൂബ ഡൈവേഴ്സ് ആണ് പോലീസിന്റെ നിർദ്ദേശപ്രകാരം കിണറ്റിൽ ഉപേക്ഷിച്ച ഹാർഡ് ഡിസ്ക് കണ്ടെടുത്തത്. കുട്ടിയെ എത്തിച്ച പീഡനം നടത്തിയ കെട്ടിടത്തിലെ CCTV ദൃശ്യങ്ങൾ അടങ്ങിയതാണ് ഹാർഡ് ഡിസ്ക് എന്ന് കരുതുന്നു. ഇരയായ കുട്ടിയുടെ ദൃശ്യങ്ങൾ പ്രതി ബ്ലാക്ക്മെയിലിംഗിനായി പകർത്തിയതാണോ എന്നും സംശയമുണ്ട്. കേസിൽ മുഖ്യപ്രതി റിയാസിനെ സഹായിച്ചതെന്ന് കരുതുന്ന സുഹൃത്തിനെ മാത്രമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. റിയാസിനായി ഊർജിതമായി തെരച്ചിൽ നടക്കുന്നതായി പോലീസ് പറയുന്നു. പ്രതി അയൽ സംസ്ഥാനത്തേക്ക് കടന്നതായും സംശയമുണ്ട്. കഴിഞ്ഞ 19-നാണ് രാമനാട്ടുകരയിൽ താമസിക്കുന്ന ബംഗാളി സ്വദേശിനിയായ പെൺകുട്ടിയെ കാണാതായത്. അടുത്ത ദിവസം രാവിലെ ദേഹമാസകലം മുറിവുകളോടെ വീടിനടുത്ത് കാറിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുകയായിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. ലൈംഗിക ചൂഷണം നേരിട്ടാലോ ഒരാൾ മോശമായി പെരുമാറിയാലോ പെൺകുട്ടികൾ ഉടൻ തന്നെ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് ചോദിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലീസിനെ സമീപിച്ചാൽ നീതി കിട്ടുമോ? ഇനി പരാതിയും കേസുമായാൽ ഇര വീണ്ടും വേട്ടയാടപ്പെടുന്ന അവസ്ഥയല്ലേ ഉണ്ടാവുക? തിരുവനന്തപുരത്ത് ഫോൺ വിളിച്ച് ശല്യം ചെയ്തയാളെ പെൺകുട്ടിയുടെ കുടുംബം കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ച് അറിയണം. പെൺകുട്ടിയെ ശല്യപ്പെടുത്തിയ 50-കാരനെ ബന്ധുവും സുഹൃത്തുക്കളും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി. തുടർന്ന് കമ്പുകൾ ഉപയോഗിച്ച് കയ്യും കാലും അടിച്ചൊടിച്ചു. നെടുമങ്ങാട് അഴീക്കോട് സ്വദേശിയായ റഹീമിനാണ് മർദ്ദനമേറ്റത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് നിരന്തരം ശല്യം ചെയ്തതോടെ പെൺകുട്ടി തന്നെ കൊട്ടേഷൻ കൊടുക്കുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. സംഭവത്തിൽ 4 പ്രതികളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ശനിയാഴ്ച ഉച്ചയോടെ തിരുവല്ലം ജഡ്ജിക്കുന്നിന് മുകളിലുള്ള ഗ്രൗണ്ടിൽ വെച്ചാണ് സംഭവം. നെടുമങ്ങാട് അഴിക്കോട് സ്വദേശിയായ റഹീമിനാണ് മർദ്ദനമേറ്റത്. ഇയാളുടെ വലതുകൈയും വലതുകാലും കമ്പുകൾ ഉപയോഗിച്ച് അടിച്ചു പൊട്ടിച്ചു. രക്തത്തിൽ കുളിച്ചുകിടന്ന റഹീമിനെ നാട്ടുകാരും പോലീസും ചേർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. വിതുര സ്വദേശിയായ പെൺകുട്ടിയുമായി റഹീമിന് പരിചയമുണ്ടായിരുന്നു. ഇയാൾ പെൺകുട്ടിക്ക് മൊബൈൽ ഫോണിൽ നിരന്തരം സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തിരുന്നു. ഇതാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. പെൺകുട്ടിയുടെ ഫോണിൽ വിളിച്ചാണ് റഹീമിനോട് ജഡ്ജിക്കുന്നിൽ വരാൻ ആവശ്യപ്പെട്ടത്. 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയുമായി ഇയാൾ സൗഹൃദത്തിലായിരുന്നുവെന്നും സന്ദേശങ്ങൾ ബന്ധു കണ്ടതിനെ തുടർന്നാണ് ആക്രമണമെന്നുമാണ് നേരത്തെ പുറത്തുവന്ന വിവരം. എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടിയാണ് റഹീമിനെതിരെ കൊട്ടേഷൻ കൊടുത്തതെന്ന് കണ്ടെത്തി. കുറെ നാളായി റഹീമുമായി സൗഹൃദത്തിലായിരുന്നുവെന്ന് പെൺകുട്ടി മൊഴി നൽകി. സിനിമയിൽ PRO ആയിരുന്ന റഹീം അഭിനയിക്കാൻ അവസരം വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് നിരന്തരം ശല്യം ചെയ്യുകയായിരുന്നു. അഭിനയിക്കാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചിട്ടും നിരന്തരം വിളിക്കുകയും സന്ദേശം അയക്കുകയും ചെയ്തു. ശല്യം സഹിക്കാൻ വയ്യാതെയാണ് കൊട്ടേഷൻ നൽകിയതെന്നും പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു. പെൺകുട്ടിയുടെ ബന്ധുവായ മനോജ്, ഇയാളുടെ സുഹൃത്തുക്കളായ മനു, മനോജ്, അജിത് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായും പോലീസ് അറിയിച്ചു.
ന്യൂസ് 18 തിരുവല്ലം. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പൊക്കുന്നതാണ് പൊതുവെ കേരള പോലീസിൻ്റെ രീതി. ഇങ്ങനെ നിരപരാധികളായ പലരെയും പോലീസ് വേട്ടയാടിയിട്ടുണ്ട്. ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ വീട്ടമ്മയുടെ കൊലപാതകത്തിൽ പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തത് കേസുമായി യാതൊരു ബന്ധമില്ലാത്തയാളെയാണ്. ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയ ശേഷമാണ് സമീപവാസിയായ അബൂബക്കറിനെ കേസിൽ പ്രതിയാക്കിയത്. പിന്നീട് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തിയെങ്കിലും അബൂബക്കറിനെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഇയാൾക്കെതിരെ ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ പോലീസിനെതിരെ അബൂബക്കറിന്റെ കുടുംബം മുഖ്യമന്ത്രിക്കും DGPക്കും SP-ക്കും പരാതി നൽകിയിട്ടുണ്ട്. അബൂബക്കർ വീട്ടിൽ നിന്ന് പോയ ശേഷം എത്തി കൊലപാതകം നടത്തിയ തൃക്കുന്നപ്പുഴ സ്വദേശികളായ ദമ്പതികളെ പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. നിരപരാധിയായ പിതാവിനെ അകാരണമായി കേസിൽ കുടുക്കിയെന്നാണ് അബൂബക്കറിന്റെ മകൻ മുഹമ്മദ് റാഷിം പറയുന്നത്. ഒന്ന് തൊട്ടാൽ പോലും താഴെ വീഴുന്ന മനുഷ്യനാണ് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു കൊന്നു എന്ന് പറഞ്ഞ് കേസെടുത്തിരിക്കുന്നത്. അബൂബക്കർ റംലത്തിന്റെ വീട്ടിൽ പോയത് കത്തു നൽകാനാണ്. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുകയാണ് പോലീസെന്നും അബൂബക്കറിന്റെ കുടുംബം ആരോപിക്കുന്നു. പിതാവ് ഇതിൽ പെടുത്തുകയായിരുന്നു ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ. അദ്ദേഹം ഒരു സാധുവായ മനുഷ്യനാണ്. പറയാനാണെങ്കിൽ വാക്കുകൾ കിട്ടുന്നില്ല. എൻ്റെ വാപ്പ എന്നെ കണ്ടപ്പം കെട്ടിപ്പിടിക്കേ കരയെ വാപ്പി മോനെ എന്നെ പെടുത്തിയാണെന്ന് വാപ്പി പറഞ്ഞിട്ടുണ്ട്. അത് വാപ്പി ഒരിക്കലും വാപ്പി ഇങ്ങനെ ചെയ്യത്തില്ല. ഇത് കളവാണ്. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കും SP-ക്കും പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി കൊടുക്കുമെന്നും റാഷിം പറഞ്ഞു. കേസിൽ ആദ്യം അറസ്റ്റിലായ അബൂബക്കറല്ല യഥാർത്ഥ പ്രതിയെന്ന് പോലീസ് കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത്. സ്വർണം ഉൾപ്പെടെയുള്ളവ മോഷ്ടിക്കാനെത്തിയ ദമ്പതിമാരാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. തൃക്കുന്നപ്പുഴ മുട്ടേക്കാട്ടിൽ സൈനുലാബ്ദീൻ, ഭാര്യ അനീഷ എന്നിവരാണ് പ്രതികൾ. സൈനുലാബ്ദീനെ റിമാൻഡ് ചെയ്തു. അപസ്മാര ലക്ഷണം കണ്ടതിനാൽ അനീഷയെ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാക്കിയിരിക്കുകയാണ്. താനാണ് കൊല നടത്തിയതെന്ന് കുറ്റസമ്മതം നടത്തിയതിനെ തുടർന്നാണ് അബൂബക്കറിനെ അറസ്റ്റ് ചെയ്തത്. അബൂബക്കർ 12 മണിയോടെ സ്ത്രീയുടെ വീട്ടിലെത്തിയിരുന്നതായും ബലാത്സംഗം നടന്നതായും പോലീസ് പറയുന്നു. ബലാത്സംഗത്തിനിടെ ഇവർ ബോധരഹിതയായപ്പോൾ മരിച്ചെന്ന് തെറ്റുധരിച്ചതാകാം കുറ്റസമ്മതം നടത്താൻ കാരണമെന്നാണ് സൂചന. അബൂബക്കറിനെതിരെ കൊലപാതക കുറ്റമുൾപ്പെടെ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ഇയാളെ ഇതിൽ നിന്ന് ഒഴിവാക്കും. പുതിയതായി ഏതൊക്കെ വകുപ്പുകൾ ചുമത്തണമെന്നത് കൂടുതൽ പരിശോധിച്ച ശേഷമേ തീരുമാനിക്കൂവെന്ന് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ധർമ്മസ്ഥലയിൽ കൊലപാതക പരമ്പരകൾ നടന്നെന്ന പതിറ്റാണ്ടുകൾക്ക് ശേഷമുള്ള വെളിപ്പെടുത്തൽ. മഞ്ജുനാഥ ക്ഷേത്രം ഭാരവാഹികളുടെ ഭീഷണിക്ക് വഴങ്ങി 100-ലേറെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യ പറഞ്ഞതോടെ ഒരു നാട് മുഴുവൻ വിറങ്ങലിച്ചു. പോലീസ് സംഘം തിരച്ചിൽ നടത്തിയപ്പോൾ ധർമ്മസ്ഥല എന്ന ക്ഷേത്ര നഗരം രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി മാറി. എന്നാൽ കഴിഞ്ഞ ദിവസം സാക്ഷിയെ പോലീസ് പ്രതിക്കൂട്ടിലാക്കിയപ്പോൾ അടിമുടി ദുരൂഹത. നീണ്ട നാളത്തെ അന്വേഷണത്തിനൊടുവിൽ ചിന്നയ്യയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയതോടെ വിവാദങ്ങൾക്ക് അവസാനമാകുമോ? കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയിൽ മുൻ ശുചീകരണ തൊഴിലാളി ഉറച്ചു നിൽക്കുന്നതിനാൽ മണ്ണുകുഴിച്ചുള്ള പരിശോധന പുനരാരംഭിക്കാനും അന്വേഷണ സംഘം ആലോചിക്കുന്നു. ധർമ്മസ്ഥലയിൽ SITയുടെ നീക്കം ഇനിയെന്ത്? ഓരോ ദിവസം കഴിയുമ്പോഴും കേസിൽ വലിയ വഴിത്തിരിവാണുണ്ടാകുന്നത്. തെളിവിനായി ഹാജരാക്കിയ തലയോട്ടി വ്യാജമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മുൻ ശുചീകരണ തൊഴിലാളി CN ചിന്നയ്യയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. 10 ദിവസത്തേക്കാണ് ഇയാളെ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. തലയോട്ടി എവിടെ നിന്ന് ലഭിച്ചുവെന്നും എന്തിനാണ് കോടതിയിൽ തെളിവായി ഹാജരാക്കിയതെന്നും കണ്ടെത്തുന്നതിനായാണ് ഇയാളെ ചോദ്യം ചെയ്യുന്നത്. ഹാജരാക്കിയ തലയോട്ടി പുരുഷന്റേതാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തി. മൃതദേഹങ്ങൾ കൂട്ടമായി സംസ്കരിച്ചു എന്ന വെളിപ്പെടുത്തലിൽ ഇയാൾ ഉറച്ചു നിൽക്കുന്നതായാണ് വിവരം.
ഈ സാഹചര്യത്തിൽ മണ്ണ് കുഴിച്ചുള്ള പരിശോധന പുനരാരംഭിക്കാനും അന്വേഷണ സംഘം ആലോചിക്കുന്നു. ഇതിനിടയിൽ അനന്യ ഭട്ടിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടും അവ്യക്തത തുടരുന്നു. ഇങ്ങനെ ഒരു മകളില്ല എന്ന പ്രസ്താവനയുമായി സുജാത ഭട്ട് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഭീഷണിക്ക് വഴങ്ങിയാണ് ഇത്തരമൊരു പ്രസ്താവന നടത്തേണ്ടി വന്നതെന്നാണ് ഇപ്പോൾ ഇവരുടെ വെളിപ്പെടുത്തൽ. ഇവരെ വിശദമായി ചോദ്യം ചെയ്യാനും SIT തീരുമാനിച്ചിട്ടുണ്ട്. ജൂലൈ 4-നാണ് മുൻ ശുചീകരണ തൊഴിലാളി ധർമ്മസ്ഥല പോലീസിൽ പരാതി നൽകുന്നത്. ജൂലൈ 4-ന് പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. തുടർന്ന് ജൂലൈ 19-നാണ് വിശദമായ അന്വേഷണത്തിനായി സംസ്ഥാന സർക്കാർ പ്രത്യേക സംഘം രൂപീകരിച്ചത്. ന്യൂസ് 18 ധർമ്മസ്ഥല. എറണാകുളം ഊന്നുകൽ ശാന്ത കൊലപാതക കേസിൽ മുഖ്യപ്രതി ആൺസുഹൃത്ത് രാജേഷ് എന്ന് പോലീസിന്റെ കണ്ടെത്തൽ. ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളുടെ വിവരങ്ങളും CCTV ദൃശ്യങ്ങളുമാണ് കേസിൽ നിർണായകമായത്. ഒളിവിലുള്ള രാജേഷിന്റെ കാറും മോഷണം പോയ സ്വർണ്ണാഭരണങ്ങളും പോലീസ് കണ്ടെടുത്തു. പ്രതിക്കായി സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. രാജേഷിനെ പിടികൂടിയാൽ മാത്രമേ കൊലപാതകം നടത്തിയ സ്ഥലവും രീതിയും വ്യക്തമാകൂ. ശാന്തയുടെ മൊബൈൽ ഫോണും പ്രതിയുടെ കൈവശമുണ്ടെന്നാണ് സൂചന. ഈ മാസം 18-നാണ് പെരുമ്പാവൂർ കുറുപ്പുംപടി സ്വദേശി ശാന്ത ആശുപത്രിയിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അന്ന് തന്നെ കൊലപാതകം നടന്നു എന്നാണ് ശാസ്ത്രീയ പരിശോധനയിൽ പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ശാന്തയെ രാജേഷ് കാറിൽ കയറ്റി കൊണ്ടുപോകുന്ന CCTV ദൃശ്യങ്ങൾക്കൊപ്പം ഇരുവരും തമ്മിലുള്ള ഏറെക്കാലത്തെ ഫോൺ സംഭാഷണങ്ങളും പ്രതിയിലേക്കുള്ള സൂചന നൽകി. 9 പവന്റെ ആഭരണം അടിമാലിയിൽ ജ്വല്ലറി പണി നടത്തുന്ന ഇതര സംസ്ഥാനക്കാർക്ക് വിറ്റ ശേഷം 4 ലക്ഷത്തോളം രൂപ രാജേഷ് വാങ്ങിയതായും സൂചനയുണ്ട്. ബാക്കി തുകയ്ക്ക് പകരമായി രാജേഷ് വാങ്ങി ഭാര്യയ്ക്ക് കൈമാറിയ മാലയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. മൃതദേഹം കണ്ടെത്തിയ ഊന്നുകല്ലിലെ വീടിന് സമീപത്തുള്ള ഹോട്ടലിൽ രാജേഷ് കുറച്ചുകാലം ജോലി നോക്കിയിരുന്നു. ആളൊഴിഞ്ഞ വീടും പരിസരവുമെല്ലാം രാജേഷിന് പരിചിതമായതിനാൽ മൃതദേഹം ഒളിപ്പിക്കാൻ എളുപ്പമായി എന്നാണ് പോലീസ് പറയുന്നത്. രാജേഷിനെ പിടികൂടിയാൽ മാത്രമേ കൊലപാതകം നടത്തിയ സ്ഥലവും രീതിയും വ്യക്തമാവുകയുള്ളൂ. മറ്റൊരു സ്ഥലത്ത് വെച്ച് കൊലപ്പെടുത്തിയ ശേഷം ഊന്നുകല്ലിൽ എത്തിച്ച് മൃതദേഹം മറവ് ചെയ്തു എന്നാണ് നിഗമനം. ശാന്തയുടെ മൊബൈൽ ഫോണും രാജേഷിന്റെ കൈവശമുണ്ടെന്നാണ് സൂചന. കൊലപാതക വിവരം പുറത്തറിഞ്ഞതു മുതൽ രാജേഷിന്റെയും ശാന്തയുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. കൂടുതൽ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി മൃതദേഹം കണ്ടെത്തിയ ഊന്നുകല്ലിൽ ഉൾപ്പെടെ പരിശോധന തുടരുകയാണ്. കുറുപ്പുംപടി സ്വദേശിയായ വൈദികന്റെ ഉടമസ്ഥതയിലുള്ള വീടിന്റെ അടുക്കള ഭാഗത്ത് മാലിന്യ സംഭരണിക്കുള്ളിൽ തള്ളിക്കയറ്റിയ നിലയിലായിരുന്നു മൃതദേഹം. തലയുടെ പിൻഭാഗത്ത് ഇരുമ്പുവടി പോലുള്ള ആയുധം കൊണ്ട് അടിയേറ്റാണ് ശാന്ത മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. ആന്തരികാവയവങ്ങൾ പരിശോധനയ്ക്ക് ശേഖരിച്ചിട്ടുണ്ട്. കോതമംഗലത്തെ ഒരു ഹോട്ടലിൽ കുക്കായ രാജേഷിന്റെ കാർ പോലീസ് കണ്ടെടുത്തു. വെള്ളിയാഴ്ച രാവിലെ 7:30-ന് ജോലി ചെയ്യുന്ന ഹോട്ടലിലെത്തിയ രാജേഷ് പോലീസ് അന്വേഷിച്ചെത്തും മുൻപേ തന്ത്രപൂർവ്വം സ്ഥലം വിടുകയായിരുന്നു. ഹോട്ടലിലുള്ളവരോട് പ്രഷർ കുറഞ്ഞതിനാൽ ആശുപത്രിയിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് രാജേഷ് പോയത്. പോലീസ് പരിസരത്തെ ആശുപത്രികളിൽ അന്വേഷണം നടത്തിയെങ്കിലും അവിടെയൊന്നും എത്തിയില്ലെന്ന് വ്യക്തമായി. കോതമംഗലത്തെ ഒരു ഷോപ്പിൽ കാർ ഏൽപ്പിച്ച് പെരുമ്പാവൂർ ഭാഗത്തേക്ക് നടന്നുപോയതായാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. ന്യൂസ് 18 കൊച്ചി. പൊതുനിരത്തിൽ സ്ത്രീകളെ കയ്യേറ്റം ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെയുള്ള നാട്ടിൽ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും എങ്ങനെ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയും? കോഴിക്കോട് തിരുവമ്പാടിയിൽ നടു റോഡിൽ സ്ത്രീയെ യുവാവ് പിന്നിൽ നിന്നും ചവിട്ടി വീഴ്ത്തിയ ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്നതാണ്. മദ്യലഹരിയിലായിരുന്ന തിരുവമ്പാടി സ്വദേശി ഷിഹാബുദ്ദീനാണ് റോഡരികിലൂടെ നടന്നു പോകുകയായിരുന്ന യുവതികളോട് ആദ്യം അസഭ്യം പറയുകയും പിന്നാലെ ചവിട്ടി വീഴ്ത്തുകയും ചെയ്തത്. പ്രദേശത്തെ CCTVയിലാണ്
ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത്. തിരുവമ്പാടി കൂടരഞ്ഞി റോഡിലെ ബെവ്ക ഔട്ട്ലെറ്റിന് മുൻപിലെ റോഡിൽ ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെയായിരുന്നു അതിക്രമം. റോഡരികിലൂടെ നടന്നുപോയ 2 യുവതികളോട് വഴിയിൽ നിന്ന് തിരുവമ്പാടി സ്വദേശി ഷിഹാബുദ്ദീൻ അസഭ്യം പറയുകയും പിന്നാലെ യുവതിയെ ചവിട്ടി വീഴ്ത്തുകയുമായിരുന്നു. ചവിട്ടേറ്റ് നിലത്ത് വീണ യുവതിയോട് വീണ്ടും യുവാവ് ആക്രോശിച്ചടുക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഒരു പണപ്പിരിവുമായി ബന്ധപ്പെട്ട് പോവുകയായിരുന്നു യുവതികൾ. പരാതിയും കേസുമായി മുൻപോട്ടു പോകാൻ താല്പര്യമില്ല എന്നാണ് ചവിട്ടേറ്റ യുവതി പോലീസിനെ അറിയിച്ചത്. അതേസമയം സംഭവത്തിൽ തിരുവമ്പാടി പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. മദ്യലഹരിയിലായിരുന്നു ഷിഹാബുദ്ദീനെന്നും പ്രതിക്കായി അന്വേഷണം തുടങ്ങിയതായും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 മുക്കം. സൈബർ തട്ടിപ്പിനെക്കുറിച്ചും സോഷ്യൽ മീഡിയയിലെ ചതിക്കുഴികളെക്കുറിച്ചും സർക്കാരും പോലീസും പലപ്പോഴും ബോധവൽക്കരണം കൊടുക്കാറുണ്ട്. എന്നാലും മലയാളി പാഠം പഠിക്കില്ല. ഒടുവിൽ പണം നഷ്ടപ്പെടുമ്പോഴായിരിക്കും ചതിക്കുഴിയെക്കുറിച്ച് തിരിച്ചറിയുക. കാസർഗോഡ് കാഞ്ഞങ്ങാട് റിട്ടയർഡ് അധ്യാപകൻ്റെയും ഭാര്യയായ ഡോക്ടറുടെയും അക്കൗണ്ടുകളിൽ നിന്ന് 2.5 കോടിയോളം രൂപ തട്ടിയെടുത്തത് ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞാണ്. കള്ളപ്പണം വെളുപ്പിച്ചതിൻ്റെ ഭാഗമായി അക്കൗണ്ടിൽ 20 ലക്ഷം രൂപ എത്തിയെന്നും പരിശോധനയ്ക്കെന്ന വ്യാജേന ബാങ്ക് വിവരങ്ങൾ നൽകണമെന്നും പറഞ്ഞായിരുന്നു തട്ടിപ്പ്. CBI ഉദ്യോഗസ്ഥർ ചമഞ്ഞ് ഫോണിൽ ബന്ധപ്പെട്ട വടക്കേന്ത്യൻ സംഘമാണ് തട്ടിപ്പിന് പിന്നിൽ നടത്തിയത്. കാഞ്ഞങ്ങാട് റിട്ടയർഡ് അധ്യാപകന്റെയും ഭാര്യയായ ഡോക്ടറുടെയും അക്കൗണ്ടുകളിൽ നിന്ന് 2.5 കോടിയോളം രൂപയാണ് തട്ടിയെടുത്തത്. മണി ലോണ്ടറിംഗ് കേസിൽപ്പെട്ട് ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. തെരുവത്ത് ലക്ഷ്മി നഗറിൽ മഖാം റോഡിലെ KV ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന റിട്ടയർഡ് അധ്യാപകൻ വിഷ്ണു എംബ്രാന്തിരി, ഭാര്യയും ഹോമിയോ ഡോക്ടറുമായ KP പ്രസന്നകുമാരി എന്നിവർക്കാണ് പണം നഷ്ടപ്പെട്ടത്. ന്യൂഡൽഹി ട്രായിൽ നിന്നാണെന്ന് പറഞ്ഞാണ് ഫോൺ വിളിയെത്തിയത്. ഈ മാസം 8-നാണ് ആദ്യം വിളി വന്നത്. പിന്നാലെ മുംബൈ CBIയിൽ നിന്നെന്ന് പറഞ്ഞ് വീഡിയോ കോളുമെത്തി. പോലീസ് യൂണിഫോം ഇട്ട ഒരാളാണ് വീഡിയോ കോളിൽ പ്രത്യക്ഷപ്പെട്ടത്. ഹിന്ദിയിൽ സംസാരിക്കുകയും ഒപ്പം മലയാള പരിഭാഷകൻ എത്തുകയും ചെയ്തു. എന്നാൽ മലയാളം പരിഭാഷകനെ നേരിൽ കാണാനായില്ല. ഭാര്യയുടെ കാനറ ബാങ്ക് അക്കൗണ്ടിലേക്ക് 20 ലക്ഷം രൂപ 2022 മുതൽ വന്നിട്ടുണ്ടെന്ന് സംഘം പറഞ്ഞു. അത്തരം അക്കൗണ്ട് ഇല്ലെന്നറിയിച്ചപ്പോൾ ഭാര്യയുടെ ആധാർ കാർഡിന്റെ കോപ്പി അവർ വാട്സാപ്പ് കോളിൽ കാണിച്ച് വിശ്വാസ്യത നേടി. 2 കോടി രൂപയുടെ മണി ലോണ്ടറിംഗുമായി ബന്ധപ്പെട്ട് നരേഷ് ഗോയൽ എന്നയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും അയാൾ ഉൾപ്പെടെ 247 ആളുകൾ ഈ കേസിലുണ്ടെന്നും ഭാര്യ അതിലൊരാളാണെന്നും വിഷ്ണു എംബ്രാന്തിരിയോട് പറഞ്ഞു. ഭാര്യയുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്ത നരേഷ് ഗോയലുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് അറിയിച്ചത്. ഒരു കത്തെഴുതി 2 പേരുടെയും ഫോട്ടോ ഒപ്പിട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. കോടതിയിൽ നൽകാനാണെന്ന് പറഞ്ഞതോടെ ഇത് വിശ്വസിച്ച ദമ്പതികൾ അയച്ചു കൊടുത്തു. പല നമ്പറുകളിൽ നിന്നും വീഡിയോ കോൾ വന്നു. അക്കൗണ്ട് വ്യക്തത വരുത്താനെന്നാണ് പറഞ്ഞത്. പിന്നീട് 2 പേരുടെയും മുഴുവൻ അക്കൗണ്ട് വിവരങ്ങളും അതിലുള്ള തുകയും അവർ ചോദിച്ചു. ഹോസ്ദുർഗ് കോപ്പറേറ്റീവ് ബാങ്ക്, ഹോസ്ദുർഗ് കോപ്പറേറ്റീവ്, അർബൻ സൊസൈറ്റി എന്നിവിടങ്ങളിലെ അക്കൗണ്ട് വിവരങ്ങൾ കൈമാറി. അക്കൗണ്ടുകളിലുള്ള തുക വെരിഫൈ ചെയ്യാൻ RTGS വഴി അവരുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറ്റം ചെയ്യണമെന്ന് പറഞ്ഞു. ഇതോടെ 2 ബാങ്കുകളിലെ അക്കൗണ്ടുകളും പുതിയ കോട്ടയിലെ കർണാടക ബാങ്കിലേക്ക് മാറ്റി. അധ്യാപകന്റെ അക്കൗണ്ടുകളിലുള്ള 64 ലക്ഷം, 1,26,67,000 രൂപ എന്നിവ കർണാടക ബാങ്കിലേക്ക് മാറ്റാൻ അപേക്ഷ നൽകി. അതിനിടെ കേസ് നടക്കുന്നതിനാൽ അക്കൗണ്ടുകളിലെ പണം അയച്ചു കൊടുക്കാൻ സുപ്രീം കോടതിയുടെ വിധിയായെന്ന് സൂചിപ്പിക്കുന്ന കത്തും ഇവർക്ക് കൈമാറി. ഇതോടെ ഫോൺ വിളിച്ചവരുടെ നിർദ്ദേശപ്രകാരം കർണാടക ബാങ്കിൽ നിന്ന് പണം വിവിധ ബാങ്കുകളിലേക്ക് മാറ്റി. ICICI, മസ്കോട്ട് മാനേജ്മെന്റ് സൊല്യൂഷൻസ്,
യെസ് ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക് തുടങ്ങിയ ബാങ്കുകളിലേക്കാണ് ദമ്പതിമാർ പണം അയച്ചു കൊടുത്തത്. അധ്യാപകൻ തന്റെ അക്കൗണ്ടുകളിലെ മുഴുവൻ തുകയും അയച്ചു കൊടുത്ത് കഴിഞ്ഞപ്പോഴായിരുന്നു ഭാര്യയുടെ അക്കൗണ്ടുകളിലെ പണം കൂടി അയക്കാൻ ആവശ്യപ്പെട്ടത്. കൂടുതൽ പണം അയക്കാനും സംഘം ആവശ്യപ്പെട്ടു. ഇതോടെ വിഷ്ണു എമ്പ്രാന്തിരി അടുത്ത ബന്ധുവിനെ വിവരമറിയിച്ചു. ഇദ്ദേഹം പണം അയക്കരുതെന്ന് പറഞ്ഞതോടെ തുടർന്ന് പണം അയച്ചില്ല. നാഷണൽ സീക്രട്ട് ആണെന്നും തങ്ങളുടെ അനുവാദമില്ലാതെ വീട് വിട്ട് പുറത്തു പോകരുതെന്നും സംഘം പറഞ്ഞിരുന്നു. പിന്നീടാണ് ദമ്പതികളുടെ അക്കൗണ്ട് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയത്. കബളിപ്പിക്കപ്പെട്ടതായി മനസ്സിലായതോടെ വിഷ്ണു എമ്പ്രാന്തിരി കാസർഗോഡ് സൈബർ സെല്ലിൽ പരാതി നൽകി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് 18 കാസർഗോഡ്. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിൽ ജോലി, ലക്ഷങ്ങൾ ശമ്പളം. ഇൻസ്റ്റഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയും പരസ്യം കണ്ട് കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള നൂറുകണക്കിന് യുവാക്കൾ ലക്ഷങ്ങൾ നൽകി. എറണാകുളത്ത് അനധികൃത റിക്രൂട്ടിംഗ് സ്ഥാപനം നടത്തി ഇടുക്കി കരിമ്പൻ സ്വദേശി ജ്യോതിസ് ജോയി എന്ന യുവാവ് കോടികൾ തട്ടിയത് ഇങ്ങനെയാണ്. സംഭവത്തിൽ യുവാവിനെതിരെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. 10 കോടിയോളം രൂപ തട്ടിയെടുത്തതായാണ് പ്രാഥമിക അന്വേഷണത്തിൽ പുറത്തുവരുന്ന വിവരം. തട്ടിപ്പിന് പിന്നിൽ വലിയ സംഘമുണ്ടെന്നും പോലീസ് സംശയിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് കാണിച്ച് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും പരസ്യം നൽകി 800-ലധികം പേരിൽ നിന്നായി 10 കോടിയോളം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. എറണാകുളത്ത് ബഥനി ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന പേരിൽ അനധികൃത സ്ഥാപനം നടത്തിവന്നിരുന്ന ഇടുക്കി കരിമ്പൻ സ്വദേശി ജ്യോതിസ് ജോയി, അടിമാലി സ്വദേശി അഡോൺ ഷാജി ഉൾപ്പെടെയുള്ളവർക്കെതിരെ പണം നഷ്ടപ്പെട്ടവർ ചേർന്ന് ഇടുക്കി പോലീസിൽ പരാതി നൽകി. വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി വാഗ്ദാനം ചെയ്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. അവിടെ എത്തിക്കഴിഞ്ഞ് പൈസയെല്ലാം കൊടുക്കുകയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് ഏർപ്പാടുകൾ തീർന്നു വന്ന് നിന്ന സമയത്ത് ഇവർ നിലവിൽ ഇവിടുന്ന് മുങ്ങുവാണ് ചെയ്തത്. ഓഫീസ് അടച്ചു പൂട്ടി. അതിൽ ഒന്ന് ഇടുക്കി കരിമ്പൻ സ്വദേശിയായ ജ്യോതിസ് ജോയി എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ MD ആയിട്ടുള്ളത്. മറ്റൊന്നെന്ന് പറയുന്നത് ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആഡോൺ ഷിജു അല്ല ഒലീവ മരിയം ജോർജ് എന്ന് പറയുന്ന ആളും, പിന്നെ ഇതിൻ്റെ മാനേജർമാരായിരുന്ന ഹമിത എന്ന് പറയുന്ന ഒരു ലേഡിയും, ഇടുക്കി അടിമാലിക്കാരൻ ആഡോൺ ഷിജു എന്ന് പറയുന്ന ഒരാളും, പിന്നെ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഞങ്ങൾ മുഖ്യമന്ത്രിക്കും DGPക്കും നോർക്കയിലും അതോടൊപ്പം തന്നെ എറണാകുളം സൗത്ത് സെൻട്രൽ സ്റ്റേഷനുകളിലും പരാതി കൊടുത്തിട്ടുണ്ട്. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, യൂറോപ്യൻ രാജ്യങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ വിവിധ സ്ഥാപനങ്ങളിൽ ഒഴിവുകളുണ്ടെന്ന് ഇൻസ്റ്റഗ്രാം വഴിയും ഫേസ്ബുക്കിലൂടെയും പരസ്യം ചെയ്തത് കണ്ടാണ് കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ളവർ ഇവർക്ക് പണം നൽകിയത്. 1 ലക്ഷം മുതൽ മുകളിലേക്കായിരുന്നു പലരും തുക നൽകിയത്. ഞങ്ങൾ ഒരു 800ഓളം പേരുണ്ട്. പക്ഷേ ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് പേരെ ഉള്ളെങ്കിലും ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന കുറേ പേരുണ്ട്. പക്ഷേ ഞങ്ങളുടെ പൈസ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടണം എത്രയും പെട്ടെന്ന്. കാരണം ഞങ്ങൾ അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസയാണ്. അത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് തിരിച്ച് കിട്ടണം. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത്. എറണാകുളത്തെ ഓഫീസിൽ പണം നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും ആർക്കും ജോലി ലഭിച്ചില്ല. തുടർന്ന് ഫോണിൽ ബന്ധപ്പെടുമ്പോൾ ഉടൻ ശരിയാകുമെന്ന് ജ്യോതിസ് ജോയി പറഞ്ഞുവെങ്കിലും മാസങ്ങൾക്ക് ശേഷം ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാതായി. എറണാകുളത്തെ ഓഫീസിൽ നേരിട്ടെത്തിയപ്പോൾ ഓഫീസ് പൂട്ടിയ നിലയിലായിരുന്നു. EMI ആദ്യം കുറച്ച് പൈസ കൊടുത്ത് ബാക്കി EMI ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളിത് പൈസ മേടിച്ചത്. അത് കാരണം ഞങ്ങൾ പെട്ടുപോയി. നമ്മൾ ഈ പലിശക്കെടുത്താണ് ഈ സംഭവം ചെയ്തത്. ഇവൻ ഒരു ദിവസം വിളിച്ചവൻ ഫോൺ എടുത്തായിരുന്നു. എന്ത് പറഞ്ഞു ഉടനെ ശരിയാവും, സ്പോൺസർ ഡെത്തായിപ്പോയി, വേറെ സ്പോൺസറിലേക്ക് ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ ഉടനെ ശരിയാവുമെന്നാണ് പറഞ്ഞത്. ഇടുക്കി, കോഴിക്കോട്, തൃശൂർ, എറണാകുളം തുടങ്ങിയ ജില്ലകളിൽ നിന്നുള്ളവരാണ് ചെറുതോണിയിലെത്തി ഇടുക്കി പോലീസിൽ പരാതി നൽകിയത്. സംസ്ഥാനതലത്തിൽ കൂടുതൽ പേർക്ക് പണം നഷ്ടപ്പെട്ടുള്ളതായും 10 കോടിയിലധികം രൂപ ജ്യോതിസ് ജോയിയും സംഘവും ചേർന്ന് തട്ടിയെടുത്തുമെന്നുമാണ് കേസ്. തട്ടിപ്പിന് പിന്നിൽ വലിയ സംഘമുണ്ടെന്ന് സംശയിക്കുന്നതായും പരാതിക്കാർ പറയുന്നു. ന്യൂസ് 18 ഇടുക്കി. കൊല്ലം നഗരത്തിൽ വീണ്ടും ലഹരി വേട്ട.
ഓണത്തിന് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന MDMA പോലീസ് പിടികൂടി. ഇരുവിപുര സ്വദേശി അഖിൽ എന്ന യുവാവിൽ നിന്ന് 75 ഗ്രാം MDMA ആണ് കണ്ടെടുത്തത്. ഇത് 3ാം തവണയാണ് MDMAയുമായി അഖിൽ പിടിയിലാകുന്നത്. ഇയാൾക്ക് പിന്നിലുള്ള സംഘത്തെക്കുറിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാണ്. കൊല്ലം വെസ്റ്റ് പോലീസിന്റെയും ഡാൻസ് ഓഫ് ടീമിന്റെയും സംയുക്ത പരിശോധനയിലാണ് അഖിൽ പിടിയിലായത്. ജില്ലാ ജയിലിന് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ വെച്ച് പോലീസ് വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. ഓണത്തിന് കൊല്ലം നഗരത്തിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന 75 ഗ്രാം MDMAയാണ് ഇയാളിൽ നിന്ന് കണ്ടെത്തിയത്. പിടികൂടിയ ലഹരിമരുന്നിന് വിപണിയിൽ 5 ലക്ഷം രൂപ വില വരും. പുന്തലത്താഴം സ്വദേശിയാണ് 26 വയസ്സുള്ള അഖിൽ ശശിധരൻ. ബസ്സിൽ തങ്കശ്ശേരിയിലുള്ള മറ്റൊരാളെ കാണാൻ പോവുകയാണ് എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. ഇത് 3ാം തവണയാണ് MDMAയുമായി അഖിൽ പിടിയിലാകുന്നത്. ഇയാളെ പോലീസ് സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സംയുക്ത പരിശോധന. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 കൊല്ലം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കൊച്ചി കളമശ്ശേരിയിൽ മകൻ പിതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കളമശ്ശേരി വട്ടേക്കുന്നം താമസിക്കുന്ന 75-കാരനായ മുഹമ്മദ് അലിയെയാണ് മകൻ വെട്ടിയത്. സ്വത്ത് തർക്കമാണ് കാരണമെന്നാണ് സൂചന. കണ്ണൂർ തോട്ടടയിൽ SFI നേതാവിനെ ലഹരി സംഘം കുത്തിപ്പരിക്കേൽപ്പിച്ചു. എടക്കാട് ഏരിയ സെക്രട്ടറി KM വൈഷ്ണവിനാണ് കുത്തേറ്റത്. വിദ്യാർത്ഥിനിയെ ശല്യം ചെയ്തത് ചോദ്യം ചെയ്തതിന്റെ പേരിലായിരുന്നു ആക്രമണം. ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ സ്ത്രീധനത്തിന്റെ പേരിൽ ഭാര്യയെ തീ കൊളുത്തിക്കൊന്ന കേസിലെ പ്രതിയെ വെടിവെച്ച് കീഴ്പ്പെടുത്തി പോലീസ്. കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് പ്രതി വിപിന്റെ കാലിൽ വെടിയേറ്റത്. കഴിഞ്ഞ ദിവസമാണ് 28-കാരിയായ നിക്കി ദാരുണമായി കൊല്ലപ്പെട്ടത്. ലഹരി തലയ്ക്ക് പിടിച്ചാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ യുവാക്കൾ മനസ്സിലാക്കാറുണ്ടോ? പിന്നെ സ്ഥലകാല ബോധം നഷ്ടമാകും. അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയില്ല. മാതാപിതാക്കളെ കൊല്ലാനും മടിക്കില്ല. എറണാകുളം ജനറൽ ആശുപത്രിയിൽ യുവാവ് കാട്ടിക്കൂട്ടിയ പരാക്രമം കഞ്ചാവ് ലഹരിയിലായിരുന്നു. ഉച്ചയ്ക്ക് 12 മണിയോടെ ആശുപത്രിക്കുള്ളിലേക്ക് അതിക്രമിച്ചു കയറിയ യുവാവ് അക്രമാസക്തനായി രോഗികൾക്കും ജീവനക്കാർക്കും നേരെ പാഞ്ഞെടുത്തു. തുടർന്ന് ജീവനക്കാരനോട് 500 രൂപയും ഷർട്ടും ആവശ്യപ്പെട്ടു. റിസപ്ഷനിലെ കമ്പ്യൂട്ടറുകളും ആശുപത്രി വളപ്പിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ ചില്ലും അടിച്ചു തകർത്തു. ഒരു തുള്ളി വെള്ളം മരിക്കണ മുമ്പ് ഒരാൾ സർട്ടിഫിക്കറ്റ് ചോദിക്കണെന്തിനാണ് മനസ്സിലാവുള്ളത്? ആദ്യം പരിഭ്രാന്തിയിലായ ആശുപത്രി അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയാണ് യുവാവിനെ കീഴടക്കിയത്. ലഹരിക്കടിമകളായ യുവാക്കൾ ഇന്ന് പൊതുസ്ഥലത്താണ് അടിഞ്ഞാടുന്നതെങ്കിൽ നാളെ സ്വന്തം വീട്ടിലും അവർ ഭീതി വിതയ്ക്കാം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.